നമസ്കാരം. തന്ത്രയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക്, ഒരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കിയായിട്ട് ഗുരുവിൻ്റെ ലക്ഷണം, തന്ത്രശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് ഒറ്റ ദിവസം കൊണ്ട് ദീക്ഷ, ഓൺലൈൻ ദീക്ഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പൈസ കൊടുത്താൽ എന്തും കിട്ടുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മളിന്ന് പോകുന്നത് അല്ലേ? പൈസ കൊടുത്താൽ മാത്രം കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്. സ്നേഹം, സത്യസന്ധത, നല്ല സൗഹൃദങ്ങൾ, നല്ല ഗുരു, ഈശ്വരാനുഗ്രഹം. ഇതൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ടതല്ല, അതൊക്കെ വന്നു ചേരേണ്ടതാണ്. അനുഗ്രഹമാണ്. നല്ല സ്നേഹമുള്ള ഒരാളൊക്കെ കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല ഗുരുക്കന്മാരെ കിട്ടുക, നല്ല സുഹൃത്തുക്കളെ കിട്ടുക, നമ്മളെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് വളരെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അധ്യാത്മിക യാത്രയിലേക്ക് സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തമനായ ഗുരു എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമാണ് ഈ കാലഘട്ടത്തിൽ. ജ്ഞാനവാൻ ഗുരുവുച്യതേ, ജ്ഞാനവാനാണ് ഗുരു, വിസ്ഡം ഉള്ള ആളാണ് ഗുരു. ഇന്നത്തെ കാലത്ത് പലരും ഈ ഗുരുവാണെന്നുള്ള ഈ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കുറച്ച് ക്രാഷ് കോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഹീലിങ്ങും കുണ്ടലിനി അവേക്കനിങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാധനയുടെ പേരിൽ പഠിപ്പിക്കുന്നുണ്ട്, ലോകത്തിന് നന്മ വരുത്താൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം വാസ്തവത്തിൽ ദേ ആർ സംതിങ് സ്പെഷ്യൽ. അവർ സ്പെഷ്യലാണ്. പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതങ്ങളുടെ ഫലമാണ് അവരുടെ ഉള്ളിൽ ആ ഈശ്വരവാസനയുള്ളതും ഈശ്വരനെ അറിയാനുള്ള ആഗ്രഹമുള്ളതും അവർക്ക് ഈശ്വര ഉപാസനയിലേക്ക് കടക്കാൻ പറ്റുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അതിനെ ഭൗതികവൽക്കരിച്ച് അതിലൂടെ പേരും പ്രശസ്തി എടുക്കാനും അതിലൂടെ സാമ്പത്തികം ഉണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടത്തിന് വേണ്ടിയായിട്ടല്ലാതെ പലപ്പോഴും അതെല്ലാം വന്നു ചേരുന്നതാണ്. രമണ ഭഗവാൻ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്തത്. അതുപോലെ പല ഗുരുക്കന്മാരും ഒന്നിനും വേണ്ടിയിട്ടല്ല ചെയ്തു തുടങ്ങുന്നത്. പിന്നെ മുന്നോട്ടെല്ലാം വന്നു ചേരുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അതാണ് സത്യവും. ആധ്യാത്മിക പന്ഥാവിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം, നമ്മൾ പോകുന്ന വഴി കൃത്യമാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം വന്നു ചേരുകയാണ് ചെയ്യുക. എല്ലാം അതുപോലെയാണ്. ഇന്നത്തെ കാലത്ത് ഗുരു എന്ന് പറയുന്നതും നമ്മൾ പലപ്പോഴും അന്വേഷിച്ച് പോകുന്നതല്ല, അല്ല ഗുരു പ്രത്യക്ഷപ്പെടുന്നതാണ്, നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതാണെന്നൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. വാസ്തവത്തിൽ ഗുരു എന്ന് പറയുന്ന സങ്കല്പം, അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്നത് ചിലപ്പോൾ നമ്മുടെ വിഷമിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളിലൂടെ, നമ്മളെന്തെങ്കിലും ഒരു ദുഃഖത്തിലോ നമ്മളെന്തെങ്കിലും ട്രോമയിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നമ്മളവിടെ എത്തിപ്പെടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിയിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒക്കെ പോയി എവിടെയെങ്കിലും എത്തുമ്പോൾ സ്റ്റക്കാവുന്ന സമയത്തായിരിക്കും ഗുരു നമ്മുടെ മുന്നിലേക്ക്, ആ ഗുരു സ്വരൂപൻ അവതരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിലാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നത്. എൻ്റെ ചെറുപ്പത്തിലെ ആധ്യാത്മിക ഓർമ്മകൾ എന്ന് പറയുന്നത് അമ്മൂമ്മയുടെ ഷഷ്ടിവ്രതവും മണ്ണാർശാല ആയില്യം തൊഴിയിലും അങ്ങനെയൊക്കെയുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ, അമ്മ വ്രതമെടുക്കുന്നതും. ഞാനപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാ ഈ പട്ടിണി ഇരിക്കുന്നത്? പട്ടിണി ഇരുന്നൊരു നേരം മാത്രം ആഹാരമൊക്കെ കഴിച്ചും ചിലപ്പം വ്രതങ്ങളൊക്കെ എടുക്കുന്നത്, പ്രത്യേകിച്ച് ഷഷ്ടിവ്രതമൊക്കെ. അതൊക്കെ കണ്ടാണ് എൻ്റെ അധ്യാത്മിക ജീവിതം. പിന്നെ നമ്മൾ ഭൗതികപരമായിട്ടുള്ള എല്ലാവരെയും പോലെ ഒരു സാധാരണ പ്രൊപ്പഗേറ്റഡ് സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഐഡിയലായിട്ട് എന്തൊക്കെയാണ് നല്ലതെന്ന് പറയുന്നത്, അതെല്ലാം കേട്ടും അതിനനുസരിച്ചും മുന്നോട്ട് പോയി 21ാമത്തെ വയസ്സിലാണ് ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. അതിനുശേഷം പല പദ്ധതികളിൽ പലരുടെ അടുത്തുനിന്നും പലതും പഠിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കി തന്നൊരു ബേസാണ് വാസ്തവത്തിൽ പിന്നീട് പല വിഷയങ്ങൾ പഠിക്കുമ്പോഴും എന്ത് ചൂസ് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യേണ്ടെന്ന് എനിക്ക് ബലമുണ്ടായത് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. ബേസ് ഉറയ്ക്കുക എന്നുള്ളതാണ്. ബേസ് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണേലും പഠിക്കാം, എന്ത് വേണേലും മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് നമ്മളെ അതൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു പന്ഥാവിലൂടെ സഞ്ചരിക്കുമ്പോഴും ഒരു ഉത്തമനായിട്ടുള്ള ഗുരു അനിവാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ പുതിയ മോഡേൺ ഗുരുക്കന്മാരുടെയും പല ആൾക്കാരുടെയും കാര്യം ആക്ച്വലി വിമർശിക്കുന്നതല്ല. ദേ ആർ സ്പെഷ്യൽ തന്നെയാണ്. അവർക്ക് ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്. പക്ഷേ അവരുടെ അല്പജ്ഞാനം ആളെ കൊല്ലും എന്ന് പറയും. മറ്റു പല മനുഷ്യരെയും നല്ല രീതിയിൽ നല്ല നിലവാരത്തിലേക്ക് എത്തേണ്ട പലരുടെയും ജീവിതം ഒന്നുമല്ലാതായി പോവുകയും ചെയ്യുന്നത് കണ്ട അനുഭവമുണ്ട്. ഒരുപാട് പേര് പെട്ടുപോയി കണ്ട അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. അല്ലാതെ നമ്മൾ മോഡേൺ സ്പിരിച്വാലിറ്റിയോ പഴയ ഓൾഡ് സ്പിരിച്വാലിറ്റിയോ ഹീലിങ്ങുകളെയോ അല്ലെങ്കിൽ ഒരു കാലത്ത് ലോകം മൊത്തവും ഉണ്ടായിരുന്ന ഷാമനിസം പോലുള്ള അതാത് ദേശത്തിൻ്റെ രീതിക്കനുസരിച്ച് വികസിച്ച് വന്ന ഷാമനിസം പോലുള്ള കാര്യങ്ങളൊന്നും
എതിർക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റേതായ സത്യസന്ധതയുണ്ട്, അതിൻ്റേതായ രീതികളുണ്ട്. അതിൻ്റേതായ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മാറ്റം വരികയും ചെയ്യും. പക്ഷേ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ദുരിതം ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൂടുതൽ ഗുരുലക്ഷണം പറയണം എന്ന് വിചാരിച്ചത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഭൗതികപരമായിട്ടുള്ള വിജയങ്ങളാണെങ്കിലും ആധ്യാത്മികപരമായിട്ടുള്ള വിജയങ്ങളാണെങ്കിലും ഭോഗമോക്ഷാർത്ഥീന ബ്രഹ്മ വിഷ്ണു മഹേശ്വര പാദകാംക്ഷിണ, ഭോഗമോക്ഷാർത്ഥികൾ, ഭൗതിക വിജയങ്ങളും ആധ്യാത്മിക വിജയങ്ങൾക്ക് വേണ്ടിയും ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരാകുന്ന സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന പ്രപഞ്ച തത്വങ്ങളുടെ പാദങ്ങളെ ശരണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഭക്തിരേവ ഗുരു ദേവീ നന്യ ഹന്താ ഇതി ശ്രുതി. ഇത് കുലാർണ തന്ത്രത്തിലെ ശ്ലോകമാണ്. ഭൗതികപരമായിട്ടുള്ളതാണെങ്കിലും ആധ്യാത്മികപരമായിട്ടുള്ള ഇതിനെ ആകർഷിച്ച് ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും ആശ്രയിച്ച് ഭൗതിക ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് പോകുന്ന ഒരാൾ ഗുരുവിനെയും അന്യമായിട്ട് കാണരുത് എന്ന് ശ്രുതി ശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ തന്ത്രത്തിൽ വേറൊരു കാര്യം പറയുന്നത് ഗുരുവിനെ വെറും മനുഷ്യനായിട്ടും മന്ത്രത്തെ വെറും അക്ഷരമായിട്ടും പ്രതിമ എന്ന് പറയുമ്പോൾ തന്ത്രശാസ്ത്രത്തിലെ പ്രതിമാരാധന തന്ത്രത്തിൻ്റെയാണ്. പ്രതിമ എന്ന് പറയുമ്പം ഐഡിൽ മാത്രമല്ല, ചക്രങ്ങളും യന്ത്രങ്ങളും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സാളഗ്രാമങ്ങളും അതെല്ലാം പ്രതിമയുടെ ഭാഗമായിട്ട് വരും, ബിംബാരാധനയുടെ ഭാഗമായിട്ട് വരും. അപ്പം ആ പ്രതിമയെ വെറും ശിലയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ലോഹമായിട്ടോ എന്തിലാണോ തീർത്തത് അത് മാത്രമായിട്ടോ കാണുന്നവന് തന്ത്രശാസ്ത്രത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്താൻ കഴിയില്ല എന്നും താന്ത്രിക ഗ്രന്ഥങ്ങൾ പറയുന്നു. തന്ത്രശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളും കൂടിയാണ് ദീക്ഷ എന്ന് പറയുന്നത്. ദീക്ഷയില്ലാത്ത ഒരാൾക്ക് തന്ത്രശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശക്തിപാത അനുസാരേണ ശിഷ്യോം അനുഗ്രഹമർഹതി എന്ന് പറയും. ശക്തിപാതം പതിക്കുന്നത് കൊണ്ടാണ് ശിഷ്യൻ അനുഗ്രഹമുണ്ടാവുന്നത്. ഗുരുവിൻ്റെ തപോ ചൈതന്യത്തിൻ്റെ ഒരംശത്തെ ശിഷ്യനിലേക്ക് വന്ന് പതിക്കും. അതിനെ ശക്തിപാതം എന്നാണ് തന്ത്രശാസ്ത്രം വിളിക്കുന്നത്. ശക്തിപാതത്തിൻ്റെ ആ ഒരു ഇനിഷ്യേഷൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസാണ് ശിഷ്യൻ അനുഗ്രഹത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അല്ലെങ്കിൽ ആ ഒരു ചെറിയ സ്പാർക്കാണ് പിന്നെ വലുതായിട്ട് പോകുന്നത്. പലതരത്തിലുള്ള ദീക്ഷാക്രമങ്ങളിലൂടെ ക്രിയാവർണ്ണകല, അതുപോലെ തന്നെ സ്പർശദീക്ഷ, സ്പർശം കൊണ്ടുള്ള ദീക്ഷ, അതുപോലെ തന്നെ ചക്ഷുദീക്ഷ, കണ്ണുകൊണ്ടുള്ള ദീക്ഷ, മനസ്സുകൊണ്ടുള്ള ദീക്ഷ, വാക്കുകൊണ്ടുള്ള ദീക്ഷ, മനസ്സുകൊണ്ടുള്ള ദീക്ഷ, അങ്ങനെ അനവധികളായിട്ടുള്ള മാർഗങ്ങളിലൂടെയുള്ള ഗുരുവിൽ നിന്ന് കിട്ടുന്ന ശക്തിപാതമാണ് ശിഷ്യൻ്റെ അനുഗ്രഹമായി മാറുന്നത് എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. ഇതിനൊക്കെയുള്ളൊരു കേൾപ്പ് വേണമെങ്കിൽ എന്ത് വേണം? ഈ വ്യക്തി ഇതിനു മുമ്പേ ദീക്ഷ നേടിയ ആളായിരിക്കണം, ആ വിദ്യക്കനുസരിച്ച് പുരസ്ചരണം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കണം. നമ്മൾ ഈ ദീക്ഷയെക്കുറിച്ചും പുരസ്ചരണത്തെ പറ്റിയൊക്കെ പ്രത്യേകം വീഡിയോകൾ നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അങ്ങ് വിടുന്നത്. അപ്പം പലതരത്തിലുള്ള ദീക്ഷകളെ പറ്റിയും ഓരോ സമ്പ്രദായ അടിസ്ഥാനത്തിൽ ഓരോ ദീക്ഷകളും ഏതൊക്കെ ക്രമത്തിലാണെന്നും ഒക്കെ ഉള്ളത് ഞാൻ പിന്നീട് നമുക്ക് പറയാം. ഇന്ന് നമുക്ക് ഗുരുവിൻ്റെ ലക്ഷണം പറയുന്നത് കൊണ്ട് തന്നെ ഗുരു എന്നത് തന്ത്രശാസ്ത്രത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം എന്നാണ്. ദീക്ഷ കൊടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അത് ഈ പല തരത്തിലുള്ള ദീക്ഷകൾ കൊടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അതിനുപരിയായിട്ട് ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഇതൊക്കെ ഉള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. തന്ത്രശാസ്ത്ര വിധിപ്രകാരം ദീക്ഷിതനായിരിക്കണം. തന്ത്രശാസ്ത്ര ആചരണങ്ങൾ ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. ഉപാസനാ പഞ്ചകങ്ങളിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഉപാസന അനുഷ്ഠാനങ്ങളിൽ പറയുന്ന പല വിഷയങ്ങളും, പ്രത്യേകിച്ചും പുരസ്ചരണങ്ങൾ പലതരത്തിൽ ആവർത്തിക്കണം. പുരസ്ചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് മന്ത്ര, പിന്നെ അതിൻ്റെ 10 ഹോമിക്കുക, തർപ്പിക്കുക, ബ്രാഹ്മണഭോജനം നടത്തുക, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് തന്ത്രശാസ്ത്രത്തിൽ. ഇതൊക്കെ പല ആവർത്തി ചെയ്തിട്ടുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് നിയമം. ഇതൊക്കെ ചെയ്ത ആളിന് മാത്രമേ തന്ത്രശാസ്ത്ര വിധി പ്രകാരമുള്ള ദീക്ഷ കൊടുക്കാൻ അർഹതയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ നിയമം. ഇതാണ് ബേസിക് ക്വാളിറ്റി. തന്ത്രശാസ്ത്രത്തിൽ ദീക്ഷ കൊടുക്കണമെങ്കിൽ അയാൾ താന്ത്രികനായിരിക്കണം എന്നുള്ളതാണ് ഒന്ന്. അപ്പോൾ ചോദിക്കും, സന്യാസിമാർക്ക് ദീക്ഷ എടുക്കാൻ പറ്റില്ല? ഈ പേപ്പറിൽ മന്ത്രം എഴുതി കൊടുക്കുന്നതും ചുമ്മാതെ നെറ്റിയിൽ ഞെക്കിപ്പിടിച്ചിട്ട് ആജ്ഞയിൽ ഞെക്കിപ്പിടിച്ചിട്ട് മന്ത്രം പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെയാണ് ദീക്ഷ എന്ന് ആൾക്കാർ ധരിച്ചു വെച്ചിട്ടുണ്ട്. മൈക്കിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ എല്ലാവരോടും ഒരുമിച്ച് കേട്ടിട്ട് ജപിക്കുന്നതും ഒക്കെയാണ് ദീക്ഷ എന്നുള്ളതും
ധരിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ ഭക്തിയുടെ മാർഗത്തിൽ അതൊക്കെ ശരിയായിരിക്കാം. സന്യാസിക്കും ഗൃഹസ്ഥനും ഗുരുവാവാം തന്ത്രശാസ്ത്രത്തിൽ. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, വേദമായിക്കോട്ടെ തന്ത്രശാസ്ത്രമായിക്കോട്ടെ, അതിൽ പറയുന്ന പദ്ധതികളിലെ പല ഗുരുക്കന്മാരും വൈദികമായിട്ട് വേദത്തിലെ പല സൂക്തങ്ങളിലെയും ഗുരുക്കന്മാർ ഇവിടെ തന്ത്രശാസ്ത്രത്തിലെ ഗുരുക്കന്മാരാണ്. അതുപോലെ തന്ത്രശാസ്ത്രത്തിലെ പല വിഷയങ്ങളിലെ ഗുരുക്കന്മാരും വേദത്തിലെ പല സൂക്തങ്ങളുടെയും ഗുരുക്കന്മാരാണ്. അപ്പോൾ ഇവർ തന്നെയാണ്, സെയിം ആൾക്കാർ തന്നെയാണ് വൈദികം തന്നെ. അപ്പോൾ ഇവരുടെ ഇടയിൽ ഈ വൈദികം താന്ത്രികം എന്നുള്ള ഒരു വേർതിരിവില്ലായിരുന്നു. അതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അപ്പോൾ അത് റിലീജിയസ് ഹിസ്റ്റോറിയൻസിൻ്റെ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം അതിനകത്ത് ഒരുപാട് പ്രൊപ്പഗൻഡയുണ്ട്. അതല്ല നമുക്ക് അല്ലാതുള്ളതുമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പം ഇത് ഒരു വിഷയമല്ല. സന്യാസിക്ക് പറ്റുന്നത്, അതോ വൈദികനാണോ പറ്റുന്നത്, താന്ത്രികനാണോ പറ്റുന്നത് എന്നുള്ളത്. തന്ത്രശാസ്ത്രത്തിൽ ദീക്ഷ കൊടുക്കണമെങ്കിൽ, തന്ത്രശാസ്ത്ര ഗുരു ആവണമെങ്കിൽ അയാൾ തന്ത്രശാസ്ത്ര വിഷയത്തിൽ ദീക്ഷിതനായിരിക്കണം. അയാളുടെ പാരമ്പര്യ ക്രമത്തിൽ അയാൾ പഠിച്ചിരിക്കണം. ആ നിയമമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പരമഹംസ സമ്പ്രദായത്തിൽ അദ്ദേഹം സന്യാസിയാണ്. അദ്ദേഹം ദീക്ഷ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം താന്ത്രികനാണ്, കാളി ഉപാസകനും കൂടിയായിരുന്നു. അദ്ദേഹം വേദാന്തത്തെ, ദശനാമി സമ്പ്രദായത്തെ ആസ്പദമാക്കിയിട്ടുള്ള സാമ്പ്രദായിക അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസം നേടിയെങ്കിലും അതിൻ്റെ ക്രമത്തിൽ പോയെങ്കിലും അദ്ദേഹം കാളി ഉപാസകനും കൂടെ ആയതുകൊണ്ടും താന്ത്രിക ദീക്ഷിതനും കൂടെ ആയിരുന്നു. അതുപോലെ തന്നെ സ്വാമി ശിവാനന്ദ പരമ്പരയിൽ ഒരുപാട് പേര് വേദാന്തം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള ഒരുപാട് താന്ത്രികരുണ്ട്. അപ്പോൾ സന്യാസി ആണെങ്കിലും അദ്ദേഹം തന്ത്രസമ്പ്രദായത്തിലെ ദീക്ഷിതനാണെങ്കിൽ അദ്ദേഹത്തിന് ഗുരുവാവാം. അദ്ദേഹം അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഈ വഴികളിലൂടെയൊക്കെ കടന്നുപോയാൽ അദ്ദേഹം അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമിക്കും ഗുരുവാവാം. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഗൃഹസ്ഥാശ്രമിക്ക് ഗുരുവാവാം. ഈ ഗൃഹസ്ഥാശ്രമം എന്തോ മോശമായ ഒരു കാര്യമാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നല്ല രീതിയിൽ ഒരു ഗുരുവായിട്ടും ഒരു ആധ്യാത്മിക സാധകനായിട്ടും ജീവിക്കുന്ന ഒരു ഗൃഹസ്ഥൻ എൻ്റെ അനുഭവത്തിൽ 1000 സന്യാസിക്ക് തുല്യനാണെന്ന്. കാരണം അത്രയും കോംപ്ലിക്കേഷൻസ് ആണ് ഒരു നല്ല ഗാർഹസ്ഥികമായിട്ട് ജീവിച്ചു പോകുന്നത്. സൊസൈറ്റി തരുന്ന ഒരു രീതിക്കനുസരിച്ചും ജീവിത ചുറ്റുപാടുകൾക്കും അനുസരിച്ച് റെസ്പോൺസിബിളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എന്ത് പാടാന്നറിയോ. പ്രത്യേകിച്ച് 10 ദിവസം അടുപ്പിച്ച് അമ്പലത്തിൽ പോയാലും അത്ര പ്രശ്നമാണ്. ഒരാണോ പെണ്ണോ 10 ദിവസം അടുപ്പിച്ച് അമ്പലത്തിൽ പോവുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഭക്തി കാണിച്ചാൽ വീട്ടിലുള്ളവർ നാട്ടിലുള്ളവർ അത്രയും ഉപദ്രവിക്കും അവരെ. ഒരു നോർമൽ ഫാമിലിമാനെ പോലെ അല്ല ഒരു ഗൃഹസ്ഥനായിട്ടുള്ളൊരു ആധ്യാത്മികാചാര്യൻ തൻ്റെ കുടുംബത്തെയും തൻ്റെ കൂടുള്ളവരെയും തൻ്റെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം തനിക്ക് പുറകെ വരുന്ന ആൾക്കാർക്ക് മാതൃകയാവുന്ന രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരേ സമയം തന്നെ ഗുരുവായിരിക്കുന്നു, അതേസമയം അദ്ദേഹത്തിന് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം മാതൃകയാണ്. വേണ്ട റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അദ്ദേഹം ചെയ്യണം. കുടുംബത്തിൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, സ്വന്തം കാര്യം നോക്കണം, ഈ വിഷയം പഠിക്കണം, സാധന ചെയ്യണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നിരവധികളായിട്ടുള്ള ചലഞ്ചസിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂരിപക്ഷം ഋഷിമാരും, ദുർവാസാവ്, നാരദ മഹർഷി തുടങ്ങിയിട്ടുള്ള കുറച്ച് പേരൊഴിച്ചാൽ ബാക്കി ഭൂരിപക്ഷം ഋഷിമാരും ഗൃഹസ്ഥാശ്രമികളായിരുന്നു എന്നുള്ളതാണ് മോഡേൺ ഫിലോസഫി. പ്രത്യേകിച്ച് ബുദ്ധമതം അതിനുശേഷം ഉണ്ടായിട്ടുള്ള മോഡേണായിട്ടുള്ള പടിഞ്ഞാറൻ നാടുകളിൽ നിന്ന് പല മതങ്ങളുടെയും ഇൻഫ്ലുവൻസും പല ഫിലോസഫികളുടെയും ഇൻഫ്ലുവൻസും നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്കും, അതുപോലെ തന്നെ ബുദ്ധമതത്തിൻ്റെ മഹായാന ബുദ്ധിസത്തിൻ്റെ ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസും ഒക്കെ പല ഏരിയകളിലൂടെ നമ്മൾക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഗാർഹസ്ഥ്യം ആധ്യാത്മികതയ്ക്ക് എതിരാണെന്നുള്ളത്. അതൊരു ശുദ്ധ അസംബന്ധമായ കാര്യമാണ്. ആധ്യാത്മികതയ്ക്കൊരിക്കലും ഗാർഹസ്ഥ്യമോ ഒന്നും എതിരല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരാളുടെ ബർത്ത് റൈറ്റായിട്ടുള്ള കാര്യമാണ്. മോക്ഷം എന്ന് പറയുന്ന ഒരാളുടെ ബർത്ത് റൈറ്റാണ്. അതുകൊണ്ട് തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നതിനും സ്പിരിച്വൽ ആവുന്നതിനും ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒന്നും തടസ്സമല്ല എന്നുള്ളതാണ് സത്യം. അതൊരു പ്രപഞ്ച സത്യമാണ്. അങ്ങനെ തടസ്സമായിരുന്നുവെങ്കിൽ നമ്മുടെ ഒരുപാട് ഋഷിമാർ സ്പിരിച്വൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ കാണുന്ന സ്പിരിച്വാലിറ്റിക്ക് പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ ഒരുപാട് നമ്മൾ പറയുന്ന ജനക മഹാരാജാവും അതുപോലെ തന്നെ ഗായത്രിയുടെ ഗുരുവായിരിക്കുന്ന വിശ്വാമിത്രനടക്കം സ്പിരിച്വൽ അല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ സ്പിരിച്വൽ ആയിരുന്നു. അതുകൊണ്ട് ഗാർഹസ്ഥ്യ ധർമ്മത്തിന് സ്പിരിച്വാലിറ്റി ഒരു ഇതല്ല. അപ്പം ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന വസിഷ്ഠനെ പോലൊക്കെ ഗാർഹസ്ഥ്യത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയി പരമഗുരുവായി തീർന്നാൽ ഒരു സാധാരണക്കാരൻ്റെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഒരു വിവാഹം കഴിച്ചവൻ്റെ വിഷമം മനസ്സിലാവണമെങ്കിൽ, അവൻ്റെ ഒരു ദുഃഖം, അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് ആ സാഹചര്യത്തെ മനസ്സിലാക്കാൻ പറ്റും. മക്കളുള്ള ഒരാൾക്ക്
പുത്രദുഃഖത്തെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പം അതാത് സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഗുരുവിനും പറ്റും. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഗൃഹസ്ഥാശ്രമി എന്നുള്ളതിനപ്പുറമായിട്ട് ഇത്രയും ഒരു കുരുക്ഷേത്ര ഭൂമിയിൽ കിടന്ന് യുദ്ധം ചെയ്യുന്നവരെയാണ് ഒരു ആചാര്യനായിട്ട് ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ സാഹചര്യത്തിലൂടെ പോകാൻ എഫക്റ്റീവായിട്ടും വളരെ ജെന്യൂനായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ തൻ്റെ സൊസൈറ്റിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും തൻ്റെ സർക്കിളിനും തൻ്റെ ആൾക്കാരുടെ ഇടയിലും തൻ്റെ ഫാമിലിക്കും എല്ലാത്തിനും തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ ചുറ്റുപാടുകൾ കൊണ്ടും തൻ്റെ പ്രസൻസ് കൊണ്ടും ഒരു മാതൃകയായി തീരുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അതായി മാറുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയാലും നല്ലതാണ്. അതുപോലെ തന്നെ ദേവിയുടെ അംശമായിട്ടുള്ളത് കൊണ്ട് തന്നെ ശ്രീമാതാ എന്നല്ലേ ലളിതാ സഹസ്രനാമമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അമ്മയായിരിക്കും സ്ത്രീയായിരിക്കുന്ന ഗുരുവാണെങ്കിൽ അത്യുത്തമം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്കും ഗുരുവാവാം, ഗൃഹസ്ഥാശ്രമിക്കും ഗുരുവാവാം, സന്യാസിക്കും ഗുരുവാവാം. പക്ഷെ എല്ലാവരും ഈ ശാസ്ത്രത്തിൻ്റെ വിധിപ്രകാരം ദീക്ഷിതരായിരിക്കണം, നല്ല രീതിയിൽ സാധന ചെയ്തിട്ടുള്ളവരായിരിക്കണം, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം, തപസ്വാധ്യായ നിരതരായിട്ട് കുറേ കാലം ജീവിച്ചിട്ടുള്ളവരായിരിക്കണം, ആ ഒരു തെളിച്ചമുണ്ടായിരിക്കണം. അതാണ് മെയിൻ ക്വാളിഫിക്കേഷൻ. തപസ്സാണ് മുഖ്യം, ഫാൻസി ഡ്രസ്സ് അല്ല. കാവ്യവേഷമാണെങ്കിലും ചുമല വേഷമാണെങ്കിലും പിന്നെ ഷാളൊക്കെ ആണെങ്കിലും നമുക്ക് മാർക്കറ്റിൽ കിട്ടും, മേടിച്ചിടാം, കുറിയും കിട്ടും മാർക്കറ്റിൽ. അതല്ല, തപസ്സാണ് മുഖ്യം. അതാണ് തന്ത്രശാസ്ത്രം അനുശാസിക്കുന്ന ഗുരുവിൻ്റെ ഒരു യോഗ്യത. ഇനി നമുക്ക് തന്ത്രശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും ഞാനിപ്പോൾ എടുക്കുന്ന പുസ്തകം എന്ന് പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഞാൻ ഇന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലാർണവ തന്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. കാരണം ഇതിനകത്ത് 13-ാമത്തെ അധ്യായത്തിൽ ത്രയോദശോല്ലാസത്തിൽ ശ്രീ ഗുരുലക്ഷണം എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ ഭഗവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ശ്രീ ഗുരു പരമേശാനി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു 7-8 ശ്ലോകത്തിന് 48 മുതൽ 50 വരെയുള്ള വേഴ്സിനകത്ത്, അതായത് ശ്ലോകത്തിനകത്ത് ഗുരുലക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. നമുക്ക് ലാസ്റ്റ് അതിനൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് എന്തൊക്കെയായിരിക്കണം ഗുരു എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കാം. ഹേ പരമേശാനി, ഗുരു ശുദ്ധമായ വേഷാദികൾ അണിഞ്ഞവനും സുന്ദരനും സർവ്വസാമൂതിരിക ലക്ഷണങ്ങളോടു കൂടിയവനും ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടെ പൂർണ്ണനും സർവശാസ്ത്രങ്ങളും അറിഞ്ഞവനും സർവ ആഗമശാസ്ത്രങ്ങൾ എന്നിവയുടെ പൊരുൾ അറിഞ്ഞവനും സർവമന്ത്രങ്ങളുടെയും വിധാനങ്ങൾ അറിഞ്ഞവനും ലോകം മുഴുവൻ, അതായത് ആധ്യാത്മികരായിട്ടുള്ളവർക്ക് ലോകം മുഴുവൻ മോഹിപ്പിക്കത്തക്ക കഴിവുള്ളവനും ദേവനെ പോലെ പ്രശോഭിക്കുന്നവനും സുമുഖനും ആയിരിക്കണം, സുലഭനായിരിക്കണം, സ്വച്ഛനായിരിക്കണം. സുലഭനാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഒരു ദീക്ഷ എന്നിട്ട് പിന്നെ അവരവരുടെ വഴിക്കങ്ങ് പോവുക, ആ ഒരു കിട്ടി അവരുടെ ഒരു നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഒരാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകിനൊന്നും പോവാതിരിക്കുക എന്നുള്ള. ഗുരു സുലഭനായിരിക്കണം. നമുക്കൊരു ആവശ്യം വന്നാൽ ശിഷ്യനാണ് പ്രധാനം തന്ത്രശാസ്ത്രത്തിൽ. അപ്പോൾ അവൻ്റെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരു അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശിഷ്യൻ്റെ സംശയങ്ങളെ അകറ്റുന്നവനും അംഗവിക്ഷേപങ്ങൾ, മുദ്രകൾ എന്നിവയും അവയുടെ വിധാനങ്ങളും അറിയുന്നവനും ആയിരിക്കണം. നമുക്ക് ഈ ഒരുപാട് അംഗങ്ങൾ ഉണ്ട്, ഷഡകന്യാസം, അതുപോലെ തന്നെ ഒരുപാട് അംഗങ്ങൾ ഉണ്ട് തന്ത്രശാസ്ത്രത്തിൽ. അതുപോലെ തന്നെ മുദ്രകളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് അംഗങ്ങൾ പ്രത്യേകം, മുദ്രകൾ പ്രത്യേകമായിട്ടൊക്കെ ഓരോന്നോരോന്ന് പഠിക്കാം. ന്യാസക്രമങ്ങൾ അനവധിയുണ്ട്. ഇതൊക്കെ അറിയാവുന്നവനും അതിൻ്റെ തത്വങ്ങളെ അറിയാവുന്നവനുമായിരിക്കണം. വെറുതെ ഇപ്പം വന്നിട്ട് ഒരു മുദ്ര കാണിച്ച്, ഇപ്പം ഒരു മുദ്ര കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശംഖുമുദ്ര ഇതാണ്, ചക്രമുദ്ര ഇതാണ്, യോനിമുദ്ര ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറമായിട്ട് ഈ മുദ്രകളുടെ തത്വം എന്താണ്, എവിടെയാണ് ഈ മുദ്ര കാണിക്കേണ്ടത്, എന്താണ് ശംഖുമുദ്രയുടെ അർത്ഥം, എന്താണ് ചക്രമുദ്രയുടെ അർത്ഥം, എന്താണ് യോനിമുദ്രയുടെ അർത്ഥം, എന്താണ് ലിംഗമുദ്രയുടെ അർത്ഥം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കാൻ, അതിന് സ്ഥൂലതലവും സൂക്ഷ്മതലവും അതുപോലെ തന്നെ കാരണതലവും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളും ഉജ്ജ്വലനും കാര്യങ്ങൾ കണ്ടറിയുന്നവനും അതറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവുള്ളവനും സദാ അന്തർമുഖനും അതേസമയം പുറത്തുള്ളതുമായ കാര്യങ്ങളെ കണ്ടറിയാനുള്ള കഴിവും സർവജ്ഞനും ദേശം കാലം എന്നിവയെപ്പറ്റി അറിയാവുന്നവനും ദേശകാലാടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാണ് പോകുന്നതെന്നും ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയുന്നവനും ആജ്ഞാസിദ്ധി നേടിയവനും ത്രികാലജ്ഞാനങ്ങളെയും അറിയാവുന്നവനും
ആജ്ഞാശക്തി, ആജ്ഞാസിദ്ധിയുള്ളവനും. വെറുതെ ആൾക്കാരുടെ അടുത്ത് ഒരു ചൂടാവുന്നതല്ല ആജ്ഞാസിദ്ധി. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, അതുപോലെ തന്നെ ഗുരുവിൻ്റെ ആജ്ഞയാണ് ദീക്ഷ. ഗുരുവിൻ്റെ സ്ഥാനമാണ് ആജ്ഞയിൽ. നമുക്ക് ആജ്ഞാചക്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാനത് വിശദമായിട്ട് പറയാം. അവിടുത്തെ ചൈതന്യത്തിൽ പരമേശ്വര സ്വരൂപനായിരിക്കുന്ന ഗുരുവിൻ്റെ സ്ഥാനമാണ് ആജ്ഞയിൽ. അപ്പം നമുക്കത് ആ സമയത്ത്, അതുകൊണ്ട് തന്നെ ദീക്ഷ ആരംഭിക്കുന്ന ആജ്ഞയിലൂടെയാണ്. അപ്പം ആജ്ഞ കൊടുക്കാനുള്ള കഴിവും ആജ്ഞാസിദ്ധി ലഭിച്ചവനും സർവജ്ഞനും ത്രികാലജ്ഞാനം നേടിയവനുമായിരിക്കണം. അരോഗിയും യാതൊരു ദുഃഖങ്ങളും ബാധിച്ചിട്ടില്ലാത്തവനും. അതിൻ്റെ അർത്ഥം ദുഃഖമില്ല എന്നല്ല, രോഗം ശരീരത്തിനായിരിക്കും, ദുഃഖം പുറത്തായിരിക്കും, പക്ഷെ അത് മനസ്സിനെ ബാധിച്ചിട്ടില്ലാത്തവനും, തൻ്റെ പ്രവൃത്തിയെയും മനസ്സിനെയും ഇതൊന്നും ബാധിക്കാത്തവനും, ശിഷ്യന്മാർക്ക് ശരിയായ ജ്ഞാനം പകരാൻ ശക്തനും, ശിഷ്യന്മാരെ നേരായ മാർഗത്തിൽ നയിക്കാൻ പ്രാപ്തനും, ശാന്തനും ശാസിക്കാൻ കഴിവുള്ളവനും. ഒരേ സമയം ശാന്തനും തെറ്റ് കണ്ടാൽ ശാസിക്കാൻ കഴിവുള്ളവനും, സർവ്വജീവജാലങ്ങളിലും ദയോടുകൂടി നോക്കുന്നവനും, ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യാൻ കഴിവുള്ളവനും, കാമ ക്രോധ ലോഭ മോഹ മതമത്സര്യാദികളായിട്ടുള്ള ഷഡ്വൈരികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ധാർമ്മികമായിട്ട് കൊണ്ടുപോകുവാൻ അതിശക്തമായ കഴിവുള്ളവനും, വിവേകപൂർവം സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും ശിഷ്യൻ്റെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിയിട്ട് ഏത് തലത്തിൽ നിന്ന് സംസാരിക്കണം എന്ന് അറിയാവുന്നവനും, വിവേകശാലിയും, ജ്ഞാനികളല്ലാത്തവരുടെ വാദത്തെ, ലൗകിക തലത്തിലുള്ള വാദങ്ങളെ നിരാകരിച്ച് സ്ഥാപിക്കാൻ കഴിയുന്ന വ്യക്തിയും, ജീവിതത്തിൽ ലേശം പോലും യാതൊരു കറയും പൊരുളാത്ത സംതൃപ്തനും സ്വതന്ത്രനും, സകല മന്ത്രങ്ങളുടെയും ശക്തി ഉൾക്കൊണ്ടവനും, മന്ദസ്മിതത്തോടുകൂടി സംഭാഷണം ചെയ്യുന്നവനും, ഭക്തജനപ്രിയനും, മഹാമനസ്കനും, മഹത്തുക്കളെ ആദരിക്കുന്നവനുമായിരിക്കണം ഗുരു. അടുത്തത്, തൻ്റെ ഇഷ്ടദേവതയ്ക്ക് വേണ്ടി പൂജാദികൾ ചെയ്യുന്നതിന് സദാ ഉത്സാഹമുള്ള ആളായിരിക്കണം. യാതൊരു കോട്ടവും കൂടാതെ പൂജാദികൾ സദാ അനുഷ്ഠിക്കുന്നവനും, നിത്യനൈമത്തികം, കാമ്യം എന്നീ കാര്യങ്ങളിൽ ശാസ്ത്രവിധി പ്രകാരം കർശനമായി പ്രവർത്തിക്കുന്നവനും, രാഗം, ദ്വേഷം, ഭയം, ക്ലേശം, ഡംബ്, അഹങ്കാരം എന്നിവ കൂടാത്തവനും, തൻ്റെ വിദ്യ, അനുഷ്ഠാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ സദാ പാലിക്കുന്നവനും, ധർമ്മശാസ്ത്രങ്ങളിൽ തൽപരനും, യാദൃച്ഛികമായി തൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന സുഖങ്ങളിൽ തൃപ്തനും, ദുഃഖങ്ങളിൽ വിഷമം വന്ന ശേഷം അതിൽ ഹുക്ക്ഡാവാതെ മുന്നോട്ട് പോകുന്നവനും, നിയതപ്രജ്ഞനും, അത്യാകാംക്ഷയില്ലാത്തവനും, പക്ഷപാതരഹിതനും, മന്ത്രം, യന്ത്രം, തന്ത്രം എന്നിവയെ വിൽപ്പനച്ചരക്കാക്കി മാറ്റാത്തവനും. ഇന്നത്തെ കാലത്ത് മന്ത്രവും യന്ത്രവും തന്ത്രവും ഒക്കെ വിൽപ്പനച്ചരക്കാക്കി മാറ്റാത്തവരെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഒരു 30,000 രൂപയിൽ കുറവുള്ള ഒരു പൂജയില്ലാതെ ഒരു ജ്യോതിഷച്ചാർത്ത് കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര പാടുള്ള കാര്യം. അപ്പം അതൊക്കെ വിൽപ്പനച്ചരക്കാക്കി മാറ്റുക എന്ന് പറയാം. പിന്നെ ആചാര്യന്മാരുടെ അടുത്ത് ഇതിന് വേറൊരു വശങ്ങളുണ്ട് കേട്ടോ. നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കുമ്പോൾ ആ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും യന്ത്രങ്ങളും ഒക്കെയുള്ള ചേർന്ന ബുക്കുകൾ ഒക്കെ അവിടെ ഉണ്ടാവും. അതൊന്നും ഒരു വലിയ വൈഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങി വിൽക്കുക എന്നുള്ളതല്ല. അത് ശിഷ്യന്മാർക്ക് വേറെ എവിടെ നിന്ന് കിട്ടാനാണ്, വിശ്വസിച്ച് വാങ്ങാനാണ്. അപ്പോൾ അതിനു വേണ്ടി കൊടുക്കാം, ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം തൻ്റെ ശിഷ്യന്മാർക്ക്. അതല്ലാതെ വിൽപ്പനച്ചരക്കാക്കി മാറ്റി ഓൺലൈനിലൊക്കെ കയറിയാൽ ഓരോ വെബ്സൈറ്റുകളിൽ ആയിരക്കണും പതിനായിരങ്ങളുമാണ്. നമ്മുടെ പണ്ട് TV ചാനലുകളിലൊക്കെ വരുമായിരുന്നു, ഇന്ന് യന്ത്രം വീട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറൊക്കെ TV ചാനലിൽ പരസ്യമാണ്. ഈ നമ്പറിലേക്ക് കോൾ ചെയ്യും, നിങ്ങൾക്ക് ആ സർവ്വസിദ്ധി ധനാകർഷണ യന്ത്രം നിങ്ങളിലേക്ക് തേടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഇതിലൊന്നും പെടാത്ത ആളും, മന്ത്രം, യന്ത്രം, തന്ത്രം എന്നിവയെ വിൽപ്പനച്ചരക്കാക്കി മാറ്റാത്തവനും, നിസ്സംഗനും, സംശയരഹിതനും, വ്യക്തമായ അഭിപ്രായങ്ങളും നിശ്ചയങ്ങളും എന്നിവ വെച്ചു പുലർത്തുന്നവനും, ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവനും. ഇപ്പോൾ നോട്ട് ചെയ്യണം, ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവനും, സ്തുതിയും നിന്ദയും ഒരുപോലെ ഗൗനിക്കുന്നവനും, മൗനിയും, ആവശ്യമില്ലാത്ത സംസാരിക്കാത്തവനും, ആരോടും സ്പെഷ്യലായിട്ടൊരു മമത കാട്ടാത്തവനും. ഹേ ദേവി, ഇതെല്ലാമാണ് ഉത്തമ ഗുരുവിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു ഉത്തമ ഗുരുവിൻ്റെ ലക്ഷണം. ഇതെല്ലാം കൂടെ ചേർന്നൊരു ഗുരുവിനെ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുകയും ആണ് ചെയ്യേണ്ടത്.
ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് പറയണം. ഞാൻ ഈ വിഷയങ്ങളിൽ പറഞ്ഞത് കുലാർണവ തന്ത്രത്തിലെ ഗുരുലക്ഷണമാണ്. ഒരുപാട് തന്ത്രഗ്രന്ഥങ്ങളിൽ ഗുരുലക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനിവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കുലാർണവ തന്ത്രത്തിലെയാണ്. ഈ കുലാർണവ തന്ത്രത്തെയാണ് പലപ്പോഴും പല രീതിയിൽ വ്യാഖ്യാനിച്ച ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കുന്നത്. അപ്പം ഞാൻ ഈ കുലാർണവ തന്ത്രത്തിലെ വിഷയങ്ങളിൽ ഗുരുവിൻ്റെ ലക്ഷണവും ശിഷ്യൻ്റെ ലക്ഷണവും പറയുന്ന സ്ഥലത്ത് കാമക്രോധ ലോപമോഹ മതമത്സര്യാദികളായിട്ടുള്ള ഷഡ്വൈരികളെ ധാർമ്മികമാക്കാൻ കഴിവുള്ളവനും എന്നും നിഷ്ഠ പാലിക്കുന്നവനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പം പഞ്ചമകാരങ്ങളെക്കുറിച്ച് ആൾക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളെ നമുക്ക് ഇതും അതുപോലെ തന്നെ ശിഷ്യലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടി ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചില ഗ്രന്ഥങ്ങൾ ഭൈരവ ഗ്രന്ഥങ്ങളെയും മറ്റ് ചില കാര്യങ്ങളെയും കൂടെ കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് പഞ്ചമകാരങ്ങളെ പറയുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ വിശദമായിട്ട് പറയും. നമ്മൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗുരു എന്നുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഗുരുലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താന്ത്രിക ദീക്ഷിതനായിരിക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഹൃതിയായിരിക്കണം, അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കണം, നമുക്ക് അപ്രോച്ചബിൾ ആയിരിക്കണം, നമുക്ക് ഈ വിഷയമെല്ലാം പറയുന്നതായിരിക്കണം, ധാർമ്മികനായിരിക്കണം, സ്നേഹനിധിയായിരിക്കണം, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളായിരിക്കണം, ശിഷ്യന്മാരുടെ ജീവിതത്തെ ചൂഷണം ചെയ്ത് സ്വന്തം കീശ വീർപ്പിക്കാത്ത ആളായിരിക്കണം. ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുലക്ഷണം. അപ്പം ഇതെല്ലാം കൂടെ തികഞ്ഞ ഗുരുവിനെ എങ്ങനെ കിട്ടും? അറിവും അനുഭവവും ഉള്ള ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. അത് സുഹൃതം കൊണ്ട് മാത്രമാണ്. ഗുരുക്കന്മാരില്ലാഞ്ഞിട്ടല്ല. പലപ്പോഴും ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള പല ആചാര്യന്മാരും ഈ മെയിൻ സ്ട്രീമിലേക്ക് പുറത്തേക്ക് വരാതെ അവർ ഉള്ളിൽ ഒളിഞ്ഞു പോവുകയാണ്. ഭാരതത്തിൽ ശിഷ്യന്മാർ കുറയുന്നെങ്കിലും ഗുരുക്കന്മാർക്ക് ഒട്ടും കുറവുണ്ടാവില്ല. പല സാധകരും തീവ്ര ഉപാസകരും പലരും, എൻ്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ടും കൂടിയാണ് പറയുന്നത്, എനിക്ക് പലരെ അറിയാം. ഇവരെല്ലാം പല പൊസിഷനിൽ ഒന്നും അറിയാതെ ഇതിനുള്ളിലൂടെ അങ്ങ് പോവാം. ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല അവരെന്ത് സാധനമായിരിക്കും അവർ ചെയ്യുന്നതെന്നുള്ളത്. അത്രയും രഹസ്യമായിട്ട് അതിതീവ്രമായിട്ടുള്ള സാധകരായിട്ട് ആണ് പോകുന്നത്. പലപ്പോഴും ഈ കുംഭമേള പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പം ഓരോ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ വരുന്നു എന്നുള്ളതല്ലാതെ, അവിടെയൊക്കെ വെച്ച് കാണും എന്നുള്ളതല്ലാതെ അവിടെ വരുന്നതും വേറെ വേഷങ്ങളിലൊക്കെ ആയിരിക്കും. മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് അടിച്ച് ഫുള്ള് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ആർക്കും മനസ്സിലാവാത്ത രീതിയിലായിരിക്കും വന്നൊക്കെ പോകുന്നത്. അങ്ങനെ രഹസ്യമായിട്ട് സാധകരും അനവധികളായിട്ടുള്ള സിദ്ധന്മാരും അനവധിയായിട്ടുള്ള ഗുരുക്കന്മാരും ഇന്നും ഭാരതഭൂമിയിലുണ്ട്. അവരെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം അവർക്കറിയാം ഈ വരുന്ന ആളിന് എത്രത്തോളം കർമ്മമുണ്ട്, എത്രത്തോളം യോഗ്യതയുണ്ടെന്നുള്ളത് അവർക്ക് നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാരും അങ്ങനെ പുറത്തേക്ക് വരാറില്ല. അപ്പോൾ ഈ അറിവും അനുഭവമുള്ള ഗുരുവിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്, ഭാഗ്യവുമാണ്, സുഹൃതമാണ്. അങ്ങനെ ഒരാളെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ സുഹൃതിയാണ് എന്നുള്ളതാണ് അർത്ഥം. അതേ സമയത്ത് അനുഭവം മാത്രമുള്ള ഗുരുവിനെ കിട്ടിയാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പം അറിവുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിച്ചുകൊണ്ട്, ശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവരുടെ അടുത്ത് പോയി പഠിച്ചുകൊണ്ട്, അനുഭവമുള്ളവരുടെ നിന്നും അനുഗ്രഹം മേടിച്ച് സ്വന്തമായി സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അറിവും അനുഭവമുള്ള ഗുരുക്കന്മാർ നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങളുടെ ഉള്ളിൽ നിന്നും അത് വരും. യഥാർത്ഥ ഗുരുവായിരിക്കുന്ന സാക്ഷാൽ ദക്ഷിണാമൂർത്തി സ്വരൂപിണിയായിരിക്കുന്ന ദേവി, പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന ദേവി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇത്രയൊക്കെയാണ് ഗുരുലക്ഷണം എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ആർക്കൊക്കെ ഗുരു ആവാം എന്ന് ചോദിച്ചാൽ, തന്ത്രശാസ്ത്ര ദീക്ഷിതനായ ഒരാൾക്ക് മാത്രമേ തന്ത്രശാസ്ത്രത്തിലെ ആചാര്യനാവാൻ പറ്റൂ. ഒരു സന്യാസിക്ക് തന്ത്രശാസ്ത്ര ദീക്ഷയില്ലാതെ താന്ത്രിക ദീക്ഷ കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അങ്ങനെ സന്യാസിക്ക് താന്ത്രിക ദീക്ഷ കൊടുക്കാമെങ്കിൽ ഉറപ്പായിട്ടും ഗൃഹസ്ഥനും സന്യാസ ദീക്ഷ കൊടുക്കാം. അവിടെ ഒരു വൈരുദ്ധ്യം വരുന്നത് കണ്ടോ? ഗൃഹസ്ഥന് സന്യാസിയെ ദീക്ഷിക്കാൻ പറ്റില്ല. അത് സന്യാസ ദീക്ഷിതനായിരിക്കണം, അയാൾക്ക് മാത്രമേ സന്യാസിയെ ദീക്ഷിക്കാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് തന്ത്രശാസ്ത്രത്തിൽ ഏത് വിധാനം ദീക്ഷിക്കണമെങ്കിലും തന്ത്രശാസ്ത്ര വിഷയത്തിൽ ദീക്ഷിതനായിരിക്കണം, ആ വിഷയത്തിൽ പഠിച്ചിട്ടുള്ള ആളായിരിക്കണം. അത് സന്യാസിയാവാം, അത് ഗൃഹസ്ഥനാവാം, അത് സ്ത്രീയാവാം, അത് പുരുഷനാവാം, കല്യാണം കഴിച്ച ആളാവാം, കല്യാണം കഴിക്കാത്ത ആളാവാം. ഇതൊന്നുമല്ല, വേഷഭൂഷാദികളല്ല മാനദണ്ഡം. തന്ത്രശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ ദീക്ഷിതനായിരിക്കണം, ആ വഴി പോയിട്ടുള്ള ആളായിരിക്കണം എന്നുള്ളത് തന്നെയാണ് മെയിൻ. നമ്മൾ ഗുരുവിൻ്റെ ലക്ഷണം കുലാർണവ തന്ത്രത്തെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചു. 13ാം അധ്യായത്തിലാണ് ഇത് കിടക്കുന്നത്. കുലാർണവ തന്ത്രം വായിച്ചാൽ
നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. അപ്പം അത് നമ്മൾ പറഞ്ഞു. പല താന്ത്രിക ഗ്രന്ഥങ്ങളിലും ഗുരു ശിഷ്യ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്രോഡീകരിച്ച പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗ്രന്ഥത്തിൽ നിന്നും ഗുരു ശിഷ്യ ലക്ഷണത്തെ എടുക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ഒബ്സർവ് ചെയ്ത് നോക്കുകയും ചെയ്തിട്ട് വേണം ഒരു ഗുരുനാഥനെ സ്വീകരിക്കുവാൻ. ഇനി അടുത്ത ലാസ്റ്റ് മൈ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ആൾ സാധന ഇൻ സ്പിരിച്വാലിറ്റി ഷുഡ് ബി ഡൺ അണ്ടർ ദ പേഴ്സണൽ ഗൈഡൻസ് ഓഫ് എ സ്പിരിച്വൽ മാസ്റ്റർ ഓർ എ എക്സ്പീരിയൻസ്ഡ് ഗുരു. അപ്പം ഒരു സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ അടുത്തോ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ അടുത്തോ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആചാര്യൻ്റെ അടുത്തോ, ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നോ തന്നെ ഏത് സ്പിരിച്വൽ ശാസ്ത്രമാണെങ്കിലും, ഇതെന്നല്ല, തന്ത്രശാസ്ത്രം എന്നല്ല, ഏതും, അത് വൈദികമോ താന്ത്രികമോ എന്തുമായിക്കോട്ടെ, യോഗയോ എന്തുമായിക്കോട്ടെ, അതങ്ങനെ തന്നെ പഠിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും എനിക്ക് മുന്നേ സഞ്ചരിച്ച ആചാര്യന്മാരുടെ അഭിപ്രായവും അത് തന്നെയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയവുമായിട്ട് നമുക്കെത്താം. നമസ്കാരം.